ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ അതാ മുമ്പ് ഞാൻ പയറിൻ്റെ തൈകളൊക്കെ നട്ട് താഴെ മുറ്റത്ത് നട്ടതാണ് കേട്ടോ, വീടിനോട് ചേർന്നിട്ട്. അത് കുറേയൊക്കെ പുഴുക്കൾ നശിപ്പിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് ചിലതൊക്കെ ഗ്രോത്ത് ആയിട്ട് മുകളിലേക്ക് വള്ളിയൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ച് കൊമ്പൊക്കെ കുത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ എപ്പോഴും രാവിലെയും വൈകിട്ടും നനച്ച് കൊടുക്കുന്നുണ്ട്. പയറൊന്നും പിടിക്കാറായിട്ടില്ല, വള്ളി കയറി വരുന്നേ ഉള്ളൂ. പിന്നെ അതാ മുകളിൽ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ മീറ്റർ പയറൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അതും വള്ളിയൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഇവിടെ ഗ്രോ ബാഗിൽ കുറേ കാര്യങ്ങൾ, പിന്നെ ചീരവിത്ത് മുളച്ച് വന്നിട്ടുണ്ട്. ചുമപ്പ് ചീരേൻ്റെ ആണ് കേട്ടോ. പിന്നെ തക്കാളി തൈകളൊക്കെ ഗ്രോ ബാഗിൽ ഗ്രോത്തായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുമ്പ് നട്ട ഒരു കുമ്പളത്തിൻ്റെ തൈ ഉണ്ടായി വന്നത് അത് നശിച്ചു പോയിട്ടോ. വീണ്ടും ഞാൻ നട്ടതിൽ 2 പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് കിട്ടുമോയെന്ന് അറിയില്ല, റെഡി ആവാൻ നോക്കാം. പിന്നെ ഇതാ പയറിൻ്റെ തൈകൾ താഴേന്നെടുത്ത് പുഴുക്കളൊന്നും കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കൊണ്ടുവന്ന് വെച്ചാണ്. ഇനി ഇതിനെ വീണ്ടും താഴോട്ടേക്ക് തന്നെ കൊണ്ടുപോകണം. എല്ലാം കൂടെ ഇവിടെ വെക്കാനുള്ള സ്പേസും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിന്നെ നമ്മുടെ വെണ്ടത്തൈ, പിന്നെ കസ്തൂരി മഞ്ഞളിൻ്റെ തൈൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഞാൻ പയറിൻ്റെ തൈ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവിടുന്ന് ഗ്രോത്ത് ആയ ശേഷം മാറ്റണം. ഇപ്പോൾ തൽക്കാലം അതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തതാണ്. ഇതാണ് നമ്മുടെ വെണ്ടത്തൈ. 2 തൈയേ ഉള്ളൂ, ഉണ്ടാവുമെന്ന് അറിയില്ല. ബാക്കിയുള്ളതൊക്കെ നശിച്ചു പോയി. അതിൻ്റെ അകത്തും ഞാൻ പാവലിൻ്റെ വിത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, പയറ് നട്ടതിൻ്റെ വിശേഷം.